അരുണേ അനീഷ് പോയിട്ട് എന്തിനാടേ അണ്ണാ അനീഷിന്റെ ബിഗ് ബോസ് പോയേക്കണല്ലേ ഉള്ളൂ. ഞാനും ഈ 2 ദിവസം കൊണ്ട് തപ്പ തന്നെ. പക്ഷെ അനീഷിന്റെ വീഡിയോ അത്ര കാണുന്നില്ല. മിക്കവാറും എനിക്ക് പോണതേ മോഹൻലാൽ ഇനി അടുത്ത ആഴ്ച വരില്ലേ, അപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. മോഹൻലാൽ വേറെ ജോലിയില്ലേ കൊണ്ടുവരാൻ? ഇപ്പൊ നമ്മൾ 3 ഈ കളിച്ച് കിടന്നത്. നമ്മളെ ഈ പ്രോഗ്രാം കണ്ടായിരിക്കും സംഭവം കിട്ടിയത്. എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും പോയി രക്ഷപ്പെടട്ടെന്ന്. നമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി. ഒരാളെങ്കിലും രക്ഷപ്പെടണ്ടേ. ഇവൻ പോയത് നല്ലതല്ല, അത് ആള് ശരിയല്ല. കുട്ടണ്ണ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തൊരാളിനെ പറ്റി കുറ്റം പറയണതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നായിട്ട് പുള്ളിക്കാരൻ വെച്ചാൽ ഇപ്പൊ ഭയങ്കര ഭക്തി മാർഗമുണ്ട്. ഇത് എന്റെ അടവാണ്. അത് എനിക്ക് അവനെ പണ്ടേ അറിയാം. നിങ്ങളല്ലേ മനുഷ്യ ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞിട്ട്? നമ്മളെയൊന്നും അവന്മാരെടുക്കൂലേ. നമ്മളെ ഈ 2-3 വീഡിയോ ഒന്നും കണ്ടെന്ന് വെച്ച് ഒന്നും നടക്കൂല. അനീഷണ നിങ്ങളിപ്പോ ഈ പോയിട്ട് തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പോയിട്ട് 1.5 മാസത്തോളം ആയില്ലേണ്ണ? എടാ ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റുഡിയോക്കാരനെ പരിചയപ്പെട്ടു. പിന്നെ അവൻ്റെ സ്റ്റുഡിയോ പോയി ഞാൻ കുറേ വീഡിയോ ഒക്കെ അങ്ങ് എഡിറ്റ് ചെയ്ത് കൊടുത്ത് അതവന് ഇഷ്ടപ്പെട്ട് എന്നെ അങ്ങ് ജോലിക്കെടുത്തു. നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അണ്ണാ നമ്മൾ നന്നിട്ട് ആട്ടോ ഓടിക്കുന്ന അജയണ്ണം പറഞ്ഞേ നിങ്ങൾക്കൂടെ കോയമ്പത്തൂർ ഒരു കടയിൽ ബെറോട്ട എടുപ്പാരും ജോലി ചെയ്യുന്നു ബിഗ് ബോസ് എന്നും പറഞ്ഞോണ്ട്. അതാണ് അണ്ണൻ പറഞ്ഞ വലിയ എഡിറ്റിങ്. അതെ, ബെറോട്ട അടിക്കണം എന്നല്ലായിരിക്കും പറഞ്ഞത്, ബെറോട്ട കഴിക്കണം എന്നായിരിക്കും പറഞ്ഞത്. അതായിരിക്കും അവർ കണ്ടത്. നാളെ പച്ച അമ്പലത്തിൽ കൊടിയേറാണ്. എന്താണ് പരിപാടി? അതെ, നാളെ മുതൽ 10 ദിവസം നമുക്ക് വിലസണം. അതിനുവേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കണം. ഇതിനകത്ത് എന്തിനാണെന്ന് അറിയാമോ? എനിക്കുള്ള ഷർട്ട് ചുവന്ന ഷർട്ട്, നിനക്കുള്ള പച്ച ഷർട്ട്, കുട്ടണ്ണന് ഒരു ജീൻസും ടീഷർട്ടും ഒരു ജോഡി പാരഗണിന്റെ ചെരുപ്പ്. അനീഷണ്ണ എന്തായാലും 10 ദിവസത്തേക്ക് എന്നെ പിടിക്കണ്ട. കാരണം അവിടെ 10 ദിവസം അന്നദാനമുണ്ട്, ബാക്കിയുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട്. 1 വർഷം കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കളവൻ്റെ ഉത്സവം കാണാൻ വേണ്ടി. അതെന്നൊക്കെ തന്നെ ഞാൻ എൻ്റെ കുട്ടയെണ്ണയും കൊണ്ടുപോകുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അവിടെ ആരാധകർ വേണമെന്നുണ്ടെങ്കിൽ കുട്ടയെണ്ണം കൂടെ ഉണ്ടെങ്കിൽ ആരാധകരുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വീണ് ആരും എൻ്റെ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ എൻ്റെ അണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ തെറ്റിക്കോട്ട് രാമേന്ദ്രൻ നിൽക്കുന്ന കണക്ക് ഞാനും എൻ്റെ കുട്ടയെണ്ണ കൂടെ അങ്ങ് നിന്ന് വിലസും. എന്ത് കുട്ടയെണ്ണ? ഓക്കെ. ഇവിടെ ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി വന്നിട്ടേ നിങ്ങളെനിക്ക് വെള്ളം പോലും മാറ്റി തന്നില്ലല്ലേ? അതും തരാം അനീഷണ്ണ. നമുക്ക് ഒരു സ്പ്രൈറ്റ് അടിച്ചാൽ മതി. കുട്ടയെണ്ണ നിങ്ങൾക്ക് സ്പ്രൈറ്റ് വേണ്ടല്ലോ? വേണ്ടേ ഇല്ലേ? വാ കുട്ടേണ ഈ ബാഗ് വെച്ചേരെ, നമ്മളതാ പറഞ്ഞു. അവൻ്റെ ഒരു ജീൻസും പിന്നെ ഷർട്ടും പഴയ ചെരുപ്പും. ഇവനാണ് അരുണ കൂടെ ഇല്ലാക്കണത്. ഇതിന് തിരിച്ചു വന്നത്.